കാര്യം ഓർത്തത്, മണലിൽ പോകുന്ന വഴിക്ക് പലപ്പോഴും ബൈപ്പാസിൽ വെച്ച് നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. പ്രോഗ്രാം കമ്മിറ്റി വളരെ ഗംഭീരമായിട്ടാണ് ഇവിടെ പ്രോഗ്രാം കലോത്സവ പരിപാടി അവതരിപ്പിച്ചത്. നല്ലൊരു കൈയടി പ്രോഗ്രാം കമ്മിറ്റിക്ക് കൊടുക്കാം. അഞ്ചൽ സബ്ജില്ല 64ാമത്തെ കലോത്സവ വേദിയിൽ എനിക്ക് കൂടി വരാൻ കഴിഞ്ഞതിൽ ആലീസ് ടീച്ചറെ എനിക്ക് അങ്ങേയറ്റം സന്തോഷം തോന്നുകയാണ്. ഈ അവസരത്തിൽ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ പറയാണ് സന്തോഷം. അടുത്ത സിനിമാ താരം നമുക്ക് ജയൻ എന്ന നടനെ അറിയാം. ജയൻ എന്ന നടന്റെ പ്രത്യേകത ആക്ഷൻ രംഗങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. അദ്ദേഹം കോളിലൊക്കെ എന്ന സിനിമയിലാണ് അവസാനമായി അഭിനയിച്ചത്. ആ സിനിമയ്ക്ക് ശബ്ദം നൽകിയിട്ടുള്ളത് ആലപ്പി അഷറഫ് എന്ന് പറഞ്ഞൊരു മിമിക്രി ആർട്ടിസ്റ്റ് സംവിധായകൻ കൂടിയാണ് കൊടുത്തിട്ടുള്ളത്. ആ ശബ്ദം ആണ് നമ്മളെല്ലാം കേട്ടിട്ടുള്ളത്. നമുക്ക് ആദ്യം മിമിക്രിക്കാരൊക്കെ പറഞ്ഞ് നമ്മളെ കേൾപ്പിച്ചിട്ടുള്ള, ഞാൻ അടക്കമുള്ള മിമിക്രിക്കാർ ചെയ്തിട്ടുള്ള ആ ശബ്ദം നമുക്കൊന്ന് കേൾക്കാം. നീ നമ്മുടെ പെണ്ണുങ്ങളെ മര്യാദരമാക്കുന്ന പല പല ദൃശ്യാജി ഇഡലി കിട്ടിയിരുന്നെങ്കിൽ ബട്ടൺസ് ആക്കാമായിരുന്നു. കാറ് കിട്ടിയിരുന്നെങ്കിൽ കാല് വെച്ച് തട്ടി കളിക്കാമായിരുന്നു. ഇതാണ് നമ്മളെല്ലാം കേട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള വോയിസാണ് ജെയിൻ സാറിന്റെ. ഇത് യഥാർത്ഥ ജെയിൻ സാർ കരിമ്പന ഉൾപ്പെടെയുള്ള സിനിമകളിൽ അദ്ദേഹം വ്യത്യസ്തമായ യഥാർത്ഥ വോയിസാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ജെയിൻ സാറിന്റെ യഥാർത്ഥ വോയിസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. 40 കഴിഞ്ഞവർക്ക് കുറച്ചും കൂടെ റീച്ചബിളായിരിക്കും. സുഹൃത്ത് സാർ ആ നൃത്തം കാണുമ്പോൾ അറിയാം, സാറിന് പ്രത്യേകിച്ച് ആ സൗണ്ട് പെട്ടെന്ന് റീച്ച് ആവുന്ന ആളാണ്. കണ്ട 18 വയസ്സ് തോന്നും. ഞാൻ കരുതി +2 പഠിക്കുക. അപ്പൊ എന്തായാലും നമുക്ക് ജെയിൻ സാറിന്റെ ശബ്ദം ഒന്ന് യഥാർത്ഥ ശബ്ദം ചെയ്യാൻ ശ്രമിക്കുകയാണ്. ജെയിൻ സാർ. മര്യാദക്കാണെങ്കിൽ മര്യാദയ്ക്ക് നീ എന്നോട് പെണ്ണുങ്ങളെ വെളിയാതരമാക്കുന്ന അലവരത് ഷാജി. സ്ത്രീ അമ്മയാണ്, എല്ലാം സഹിക്കുന്നവളാണ്. ഒരേ സമയം പെങ്ങളായും അമ്മയായും ഭൂമിദേവിയായും ഒക്കെ മാറുന്ന സ്ത്രീയെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും പഠിക്കണം. സ്ത്രീയെ ശല്യം യാതൊരു വിധത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്ത്രീകളെ സ്നേഹിക്കാം, ബഹുമാനിക്കാം. അഞ്ചൽ ഉപജില്ലാ കലോത്സവത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും പ്രോഗ്രാം കമ്മിറ്റിക്ക് നേരുന്നു. നന്ദി, നമസ്കാരം. അപ്പോ ഇനി പടച്ചവനെ നിങ്ങൾ കാത്തോളി എന്ന് ഒറ്റ വാക്കുകൊണ്ട് നമ്മളെ ചിരിപ്പിച്ച ഹാസ്യ സാമ്രാട്ടുകളിൽ ഒരാളായ ശ്രീ കുതിരപ്പട്ട് പപ്പുച്ചേട്ടൻ. ഒപ്പിച്ചില്ല കാലവർഷത്തിൽ അതിഥി മോനെ പെട്ടി പള്ളി കൊളക്കട്ടെ. താങ്ക് യു. കയ്യടികൾ വരണം കേട്ടോ. കലാകാരന്റെ പ്രോത്സാഹനം എന്ന് പറയുന്നത് കയ്യടി തന്നെയാണ്. അപ്പം നമുക്ക് കയ്യടിച്ച് തന്നെ മുന്നോട്ട് പോകണം. അപ്പം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എല്ലാവരും TV കാണുന്നവരാണല്ലോ അല്ലേ? TV സിനിമയെ കാണുന്നവരാണ്. അപ്പം HBO ചാനൽ പോലുള്ള ചാനൽ ക്ലാസിക്കൽ ഇംഗ്ലീഷ് സിനിമ, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളൊക്കെ ഒരുപാട് കാർട്ടൂൺ പോലുള്ള ചാനൽ കാണുന്നവരാണ്. അത്തരത്തിൽ ഒരു ക്ലാസിക്കൽ ഇംഗ്ലീഷ് സിനിമ ട്രെയിലർ ഞാൻ ചെയ്യുകയാണ്. ഒന്ന് ശ്രദ്ധിക്കാം. Despite the mind
Civil Basket, lại sẽ được dân chúng ta I mean, feel like kind of way. Civil Basket là cái gì bạn? Lại chỉ biết cái gì Thank you.